അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സിലെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. പ്രൊവിഡന്റ് ഫണ്ടിനെ നമ്മൾ മെയിൻ ആയിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, SPF, RPF ആൻഡ് URPF എന്ന് നമ്മൾ മൂന്നായിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ പ്രൊവിഡന്റ് ഫണ്ടിനെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് അഥവാ SPF എന്നും, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ RPF എന്നും, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ URPF എന്നും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇനി നോക്കാം എന്താണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് അഥവാ SPF. SPF is maintained by government or semi government officers. SPF മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് അല്ലെങ്കിൽ സെമി ഗവൺമെന്റ് ഓഫീസേഴ്സ് ആണ്. ഫുള്ളായിട്ട് ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ളതോ അല്ലെങ്കിൽ പകുതി, സെമി എന്ന് വെച്ചാൽ പകുതി ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ളതോ ആയിട്ടുള്ള ഗവൺമെന്റ് ഓഫീസേഴ്സ് ആണ് ഈ SPF അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. The Provident Fund Act of 1925 is applicable on such funds. അതായത് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1925 പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് പ്രകാരമാണ് അല്ലെങ്കിൽ ആ 1925 ആക്ട് പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊവിഡന്റ് ഫണ്ടാണ് ഇത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ SPF മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗവൺമെന്റ് അഥവാ സെമി ഗവൺമെന്റ് ഓഫീസേഴ്സ് ആണ്. ഇത് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1925 പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൊവിഡന്റ് ഫണ്ട് ആണ്. ഇനി നോക്കാം, എനി പേയ്മെന്റ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എനി പേയ്മെന്റ് റിസീവ്ഡ് ബൈ ദി എംപ്ലോയി ഫ്രം ദ SPF is exempt from tax under section 10 subsection 11. അതായത് ഈ SPF ൽ നിന്ന് എംപ്ലോയിക്ക് എന്ത് എമൗണ്ട് റിസീവ് ചെയ്താലും അത് എക്സംപ്റ്റ് ആണ്. ഓക്കെ, സെക്ഷൻ പ്രകാരം സെക്ഷൻ 10 സബ്സെക്ഷൻ 11 പ്രകാരം ഈ ഒരു SPF ൽ നിന്നും എന്ത് എമൗണ്ട് എംപ്ലോയിക്ക് റിസീവ് ചെയ്താലും ആ എമൗണ്ട് ഫുള്ളി എക്സംപ്റ്റ് ആണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. എനി പേയ്മെന്റ് റിസീവ്ഡ് ബൈ ദ എംപ്ലോയി ഫ്രം ദ SPF is exempt from tax under section 10 subsection 11. അതായത് സെക്ഷൻ 10 സബ്സെക്ഷൻ 11 പ്രകാരം ഈ SPF ൽ നിന്ന് എന്ത് എമൗണ്ട് എംപ്ലോയിക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ എമൗണ്ട് മൊത്തം എന്താണ്? എക്സംപ്റ്റ് ആണ്. ഓക്കെ, ടാക്സിന്റെ പർപ്പസിൽ അത് എക്സംപ്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ ടു SPF എന്നുള്ള കാര്യം. അതിൽ നോക്കാം, നമ്മൾ ഈ പ്രൊവിഡന്റ് ഫണ്ടിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ ടാക്സ് അടക്കേണ്ടി വരിക. അപ്പൊ ഇവിടെ SPFന്റെ കേസിൽ നമ്മൾ ഒന്നിനും ടാക്സ് അടക്കേണ്ടി വരുന്നില്ല. നോക്കാം, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഈസ് നോട്ട് ടാക്സബിൾ. അതായത് SPFലോട്ട് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലോട്ടുള്ള എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന് നമ്മൾ ടാക്സ് അടക്കേണ്ടതില്ല. അതായത് അസസി ടാക്സ് അടക്കേണ്ടതില്ല. അല്ലെങ്കിൽ എംപ്ലോയി ആയിരിക്കും, എംപ്ലോയിയുടെ ആണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആരാണോ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളെ എംപ്ലോയി എന്ന് പറയാം, ആരാണോ തൊഴിൽ കൊടുക്കുന്നത് അവരെ എംപ്ലോയർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂഷൻ നടത്തുന്ന സമയത്ത് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു എമൗണ്ട് വാങ്ങും. അതേ എമൗണ്ട് തന്നെ ആരും കോൺട്രിബ്യൂട്ട് ചെയ്യും? എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ഈ SPFലോട്ട് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ടാക്സബിൾ അല്ല. ഇനി എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഇസ് ഓൺലി അപ്ലിക്കേഷൻ ഓഫ് സാലറി ഹെൻസ് നോട്ട് ടാക്സബിൾ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും എന്തല്ല? ടാക്സബിൾ അല്ല. അത് സാലറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതും ടാക്സബിൾ അല്ല. അപ്പൊ SPFന്റെ കേസിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും ടാക്സബിൾ അല്ല, അതായത് ഓൺ കോൺട്രിബ്യൂഷനും ടാക്സബിൾ അല്ല. ഇതൊരു കാര്യം നോക്കാം, സച്ച് കോൺട്രിബ്യൂഷൻ ഈസ് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ ഫ്രം GTI അണ്ടർ സെക്ഷൻ 80C. ഓക്കെ, ഇത് 80Cയിൽ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ 80C എന്നുള്ള ഡിഡക്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കോൺട്രിബ്യൂഷൻ, അതായത് കോൺട്രിബ്യൂഷൻ ടു SPF, ഓൺ കോൺട്രിബ്യൂഷൻ ടു SPF അല്ലെങ്കിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ടു SPF എന്നുള്ളത് അതിന് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് 80C പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോ ഈ ഓൺ കോൺട്രിബ്യൂഷൻ ടു SPF എന്നുള്ളതിന് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C പ്രകാരം, സെക്ഷൻ 80C പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് SPFന്റെ കേസിൽ ഇവിടെ നമ്മൾ
എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും ടാക്സബിൾ അല്ല. ഇനി നോക്കാം, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഈസ് നോട്ട് ടാക്സബിൾ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, അപ്പൊ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന്റെ ഇൻട്രസ്റ്റും എന്തല്ല, ടാക്സബിൾ അല്ല. ഓക്കെ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, എംപ്ലോയർ കോൺട്രിബ്യൂഷന്റെ ഇൻട്രസ്റ്റും അപ്പോഴും എന്തല്ല, ടാക്സബിൾ അല്ല. ദെൻ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഈസ് നോട്ട് ടാക്സബിൾ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും ടാക്സബിൾ അല്ല, അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എന്തല്ല, ടാക്സബിൾ അല്ല. ദെൻ ലംസം എമൗണ്ട് റിസീവ്ഡ് ഈസ് നോട്ട് ടാക്സബിൾ. അതായത് നമുക്ക് മൊത്തം ആയിട്ട് ഒരു എമൗണ്ട് റിസീവ് ചെയ്താലും അതെന്തല്ല, ടാക്സബിൾ അല്ല. നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞു, പേയ്മെന്റ് നമുക്ക് ഈ ഒരു SPF നിന്ന് എന്ത് എമൗണ്ട് റിസീവ് ചെയ്താലും അത് ടാക്സബിൾ അല്ല. ലംസമായിട്ട് മൊത്തം ആയിട്ട് ഒരു എമൗണ്ട് റിസീവ് ചെയ്താലും അത് ടാക്സബിൾ അല്ല. ഇവിടെ SPF കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, SPF കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും ടാക്സബിൾ അല്ല, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും ടാക്സബിൾ അല്ല, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന്റെ മേലുള്ള ഇൻട്രസ്റ്റ് ടാക്സബിൾ അല്ല, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന്റെ മേലുള്ള ഇൻട്രസ്റ്റ് ടാക്സബിൾ അല്ല, ലംസമായിട്ട് ഒരു എമൗണ്ട് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞാലും ടാക്സബിൾ അല്ല. അതായത് ഈ ഒരു SPF നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ടും എംപ്ലോയിയുടെ കയ്യിൽ ടാക്സബിൾ അല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് SPF എന്ന് പറയുന്നത്. ഗവൺമെന്റോ സെമി ഗവൺമെന്റ് ഓഫീസേഴ്സ് ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ SPF കോൺട്രിബ്യൂഷൻ ആണ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഇതിന് ഒന്നും ടാക്സബിൾ അല്ല, ആ ഒരു കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പൊ SPF കഴിഞ്ഞാൽ രണ്ടാമത്തതാണ് RPF അഥവാ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. A provident fund recognized by the Commissioner of Income Tax is called recognized provident fund. അതായത് ഒരു പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ കമ്മീഷണർ റെക്കഗ്നൈസ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇതിന്റെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ ആവുന്ന കേസാണ്. SPF കേസ് നമ്മൾ പറഞ്ഞു ഒന്നും ടാക്സബിൾ അല്ല, പക്ഷെ RPF അങ്ങനെയല്ല. RPF ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം, കോൺട്രിബ്യൂഷൻ ടു RPF. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി ഈസ് ടാക്സബിൾ. SPF കേസിൽ നമ്മളത് പറഞ്ഞ എന്താണ്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും ടാക്സബിൾ അല്ല, അതിന്റെ രണ്ടിന്റെ മേലുള്ള ഇൻട്രസ്റ്റും ടാക്സബിൾ അല്ല, ലംസം എമൗണ്ട് വന്നാലും അതും ടാക്സബിൾ അല്ല. പക്ഷേ RPF കേസിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി ഈസ് ടാക്സബിൾ. അതായത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ അസസിയുടെ സാലറിയുടെ 12% കൂടുതലാണെങ്കിൽ ആ കൂടുതൽ വരുന്ന എമൗണ്ട് ടാക്സബിൾ ആണ്. മനസ്സിലായോ? അതായത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഈ എംപ്ലോയിയുടെ അല്ലെങ്കിൽ അസസിയുടെ സാലറിയുടെ 12%-നേക്കാൾ കൂടുതലാണെങ്കിൽ, സാലറിയുടെ 12%-നേക്കാൾ കൂടുതലാണെങ്കിൽ എത്രയാണോ കൂടുതലുള്ളത് ആ എമൗണ്ട് ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇപ്പോ ഫോർ എക്സാമ്പിൾ 15% സാലറിയുടെ 15% എംപ്ലോയർ അടച്ച എമൗണ്ട് എങ്കിൽ ആ 3% ടാക്സബിൾ ആവുക. ഓക്കെ, 12% വരെ എക്സംപ്റ്റ് ആണ്. 12% വരെ നമ്മൾ ടാക്സ് അടക്കേണ്ടതായിട്ടില്ല. പക്ഷെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 12% സാലറിയുടെ എംപ്ലോയിയുടെ സാലറിയുടെ 12% കൂടുതലാണെങ്കിൽ ആ കൂടുതലായ എമൗണ്ട് ടാക്സബിൾ ആണ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി ഈസ് ടാക്സബിൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 12% വരെ ടാക്സബിൾ അല്ല, 12% കൂടുതലാണെങ്കിൽ ടാക്സബിൾ ആണ്. ഓക്കെ, 13% ആണെങ്കിൽ 1% ടാക്സബിൾ ആണ്, 14 ആണെങ്കിൽ 2% ടാക്സബിൾ ആണ്. അങ്ങനെ 12 ആണെങ്കിൽ ടാക്സബിൾ അല്ല, 12% ആണെങ്കിൽ ടാക്സബിൾ അല്ല. ഓക്കെ, അപ്പൊ ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് സാലറി എന്നുള്ള ഹെഡിൽ വരുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് സാലറിയിൽ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ 12% ഓഫ് സാലറി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിപ്പോ ചിലപ്പോൾ ഒരു എമൗണ്ട് ആയിരിക്കും ഇത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ ആദ്യം സാലറിയുടെ 12% കണ്ടുപിടിക്കണം. അപ്പൊ സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻകം ഫ്രം സാലറി എന്നുള്ള ഹെഡിലെ കംപ്ലീറ്റ് ഐറ്റം ഒന്നും നമുക്ക് അതിൽ എടുക്കാൻ പറ്റില്ല. ഇവിടെ ആകെ എടുക്കാൻ പറ്റുന്ന ഐറ്റം എന്ന് പറയുന്നത് ഒന്ന് ബേസിക് പേ അഥവാ ബേസിക് സാലറി. ഓക്കെ, ബേസിക് പേ അഥവാ ബേസിക് സാലറി നമുക്ക് എടുക്കാം. പിന്നെ വരുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് DP എടുക്കാം, അതായത് ഡിയർനെസ് പേ എടുക്കാം, അഥവാ
ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് പേ, ഡി എ ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് പേ, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പ്രകാരമുള്ള ഡിയർനെസ് അലവൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെറും ഡി എ എന്ന് മാത്രം അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസ് എന്ന് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇവിടെ സാലറി കാണുമ്പോൾ എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് പേ, ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് പേ, അല്ലെങ്കിൽ ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഡിയർനെസ് അലവൻസ് എടുക്കാം. വെറും ഡി എ അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസ് എന്ന് മാത്രം തന്നു കഴിഞ്ഞാൽ നമ്മൾ സാലറി കാണുമ്പോൾ എടുക്കരുത്. പിന്നെ ഡിയർനെസ് പേ, DP നമുക്ക് എല്ലാ കേസിലും അതായത് എടുക്കാം. ഓക്കെ, ഡിയർനെസ് പേ നമുക്ക് എടുക്കാം. ഡിയർനെസ് അലവൻസിന്റെ കേസാണ്, വെറും ഡിയർനെസ് അലവൻസ് എന്ന് മാത്രം തന്നാൽ എടുക്കരുത്. ഫോമിംഗ് പാർട്ട് ഓഫ് പേ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് തന്നാൽ എടുക്കാം. മൂന്നാമത്തത് ഫിക്സ്ഡ് പെർസെന്റേജ് ഓഫ് കമ്മീഷൻ ഓൺ സെയിൽസ് ടാർഗറ്റ്. ഫിക്സ്ഡ് പെർസെന്റേജ് ഓഫ് കമ്മീഷൻ ഓൺ സെയിൽസ് ടാർഗറ്റ്, അതായത് നമുക്കൊരു ഫിക്സ്ഡ് പെർസെന്റേജ് ഓഫ് കമ്മീഷൻ തന്നിട്ടുണ്ടെങ്കിൽ എടുക്കാം. ഈ പറയുന്ന 3 കാര്യങ്ങളല്ലാതെ നമുക്ക് സാലറിയിൽ മറ്റൊരു ഐറ്റം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇവിടെ പറയുന്നത് ഒന്ന് സാലറി എന്ന് പറയുമ്പോൾ ബേസിക് പേ അഥവാ ബേസിക് സാലറി, രണ്ടാമത്തത് DP ഡിയർനെസ് പേ, അതിൽ തന്നെ വരുന്നത് ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് പേ, ഡി എ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് അഥവാ ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണെങ്കിൽ നമുക്ക് എടുക്കാം. വെറും ഡി എ എടുക്കരുത്, ഡിയർനെസ് അലവൻസ് മാത്രം തന്നാൽ എടുക്കരുത്. പിന്നെ ഫിക്സ്ഡ് പെർസെന്റേജ് ഓഫ് കമ്മീഷൻ ഓൺ സെയിൽസ് ടാർഗറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എമൗണ്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഫിക്സ്ഡ് പെർസെന്റേജ് തന്നിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് സാലറിയിൽ വരിക. അപ്പൊ ഈ സാലറി എന്ത് ചെയ്യാം, ഈ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് സാലറി കണ്ടുപിടിക്കണം. അതിന്റെ 12% കണ്ടുപിടിക്കുക. എന്നിട്ട് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. 12% കൂടുതലാണെങ്കിൽ എത്രയാണോ കൂടുതൽ വരുന്ന എമൗണ്ട് അത് ടാക്സബിൾ ആയിരിക്കും. ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. രണ്ടാമത്തത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഇസ് ഓൺലി ആപ്ലിക്കേഷൻ ഓഫ് സാലറി, ഹെൻസ് നോട്ട് ടാക്സബിൾ. ഓക്കെ, അതായത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ സാലറിയുടെ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം, അതായത് ഓൺ കോൺട്രിബ്യൂഷൻ ടു RPF ടാക്സബിൾ അല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഓൺ കോൺട്രിബ്യൂഷൻ ടു RPF ടാക്സബിൾ അല്ല, ഈസ് നോട്ട് ടാക്സബിൾ. Employer's contribution in excess of 12% of salary is taxable. On contribution അഥവാ employees contribution is not taxable. പക്ഷെ അതിന് എന്തുണ്ട്, eligible for deduction from gross total income under section 80C. നമ്മൾ നേരത്തെ SPF പറഞ്ഞതുപോലെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓൺ കോൺട്രിബ്യൂഷൻ ഡിഡക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ സാലറിയുടെ 12% കൂടുതലാണെങ്കിൽ എത്രയാണോ കൂടുതൽ വരുന്നത് അത് ടാക്സബിൾ ആണ്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അഥവാ ഓൺ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല. മൂന്നാമത്തത് ഇൻട്രസ്റ്റ് ഓൺ ദ ഫണ്ട് ബാലൻസ് ഇൻ എക്സസ് ഓഫ് 9.5% ഇസ് ടാക്സബിൾ. അതായത് നമുക്ക് ഫണ്ട് ബാലൻസ് RPF ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9.5% കൂടുതലാണെങ്കിൽ എത്രയാണോ കൂടുതൽ വരുന്നത് അത് ടാക്സബിൾ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഫണ്ട് ബാലൻസ് RPF ബാലൻസ് തന്നിട്ടുണ്ടാവും. RPF ബാലൻസിന്റെ മുകളിൽ ഉള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9.5% കൂടുതലാണെങ്കിൽ, ഒരു ഫോർ എക്സാമ്പിൾ 11% ഇൻട്രസ്റ്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എത്രയാണ്, 9.5 വരെ നമുക്ക് എന്താണ്, 9.5 വരെ നമുക്ക് എന്താണ് എക്സംപ്റ്റ് ആണ്. അപ്പൊ ബാക്കി എത്രയാണ്, 1.5% ആ കേസിൽ 11 ആണെങ്കിൽ ആ കേസിൽ 1.5% ടാക്സബിൾ ആണ്. അപ്പൊ 9.5 അല്ലെങ്കിൽ 9.5% വരെ അത് എക്സംപ്റ്റ് ആണ്. 9.5%-നേക്കാൾ കൂടുതലാണെങ്കിൽ എത്രയാണോ കൂടുതൽ ആ എമൗണ്ട് അല്ലെങ്കിൽ ആ പെർസെന്റേജ് ടാക്സബിൾ ആണ്. അതാണ് ഇൻട്രസ്റ്റിന്റെ കേസിൽ. ലംസം എമൗണ്ട് റിസീവ്ഡ് ഈസ് നോട്ട് ടാക്സബിൾ പ്രൊവൈഡഡ് ദ എംപ്ലോയി ഹാസ് മിനിമം 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ്. എംപ്ലോയിക്ക് 5 വർഷം കണ്ടിന്യൂസ് സർവീസ് ഉണ്ടെങ്കിൽ ലംസം എമൗണ്ട് റിസീവ് ചെയ്യുന്നത് ടാക്സബിൾ അല്ല എന്നാണ് പറയുന്നത്. എംപ്ലോയിക്ക് 5 വർഷം കണ്ടിന്യൂസ് സർവീസ് ഉണ്ടെങ്കിൽ ലംസം എമൗണ്ട് ഈ RPF നിന്ന് കിട്ടുന്ന ലംസം എമൗണ്ട് ടാക്സബിൾ അല്ല. അപ്പോൾ RPF കേസിൽ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് കമ്മീഷണർ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. ഇതിന്റെ കേസിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 12% സാലറിയുടെ 12% കൂടുതലാണെങ്കിൽ ആ കൂടുതൽ വരുന്ന എമൗണ്ട് ടാക്സബിൾ ആണ്.
സാലറി എന്ന് പറയുമ്പോൾ സാലറി ഫോർ ദി പർപ്പസ് ഓഫ് RPF ഇൻക്ലൂഡ്സ് ഒന്ന് ബേസിക് പേ അഥവാ ബേസിക് സാലറി, രണ്ടാമത്തത് ഡിയർനെസ് പേ, പിന്നെ അതിൽ വരുന്നത് DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ, DA ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, DA ഫോമിംഗ് പാർട്ട് ഓഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്, പിന്നെ ഫിക്സഡ് പെർസെന്റേജ് ഓഫ് കമ്മീഷൻ. ഈ 3 കാര്യങ്ങൾ മാത്രമേ അതിൽ വരുന്നുള്ളൂ. പിന്നെ ഓൺ കോൺട്രിബ്യൂഷൻ അഥവാ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഇസ് നോട്ട് ടാക്സബിൾ ആണ്. അതിന് എന്തുണ്ട്? ഡിഡക്ഷൻ 80C പ്രകാരം ഡിഡക്ഷൻ ഉണ്ട്. പിന്നെ പറഞ്ഞത് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഫണ്ട് ബാലൻസ് ഇൻ എക്സസ് ഓഫ് 9.5% ഇസ് ടാക്സബിൾ. ഇൻട്രസ്റ്റിന്റെ കേസിൽ ഫണ്ട് ബാലൻസിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് 9.5% വരെ എന്താണ്? എക്സംപ്റ്റ് ആണ്. അതിൽ കൂടുതൽ വന്നാൽ എത്രയാണ് കൂടുതൽ വരുന്നത് അത് ടാക്സബിൾ ആണ്. പിന്നെ എംപ്ലോയിക്ക് 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് ഉണ്ടെങ്കിൽ ലംസം എമൗണ്ട് റിസീവ് ചെയ്യുന്നത് ടാക്സബിൾ അല്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കേസാണ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ URPF. RPF എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രൊവിഡന്റ് ഫണ്ടിനെ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് RPF എന്ന് പറയാം. അപ്പോ PF is not recognized by the Commissioner of Income Tax is called unrecognized provident fund. അതായത് കമ്മീഷണർ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയാം. അതിന്റെ കോൺട്രിബ്യൂഷൻ ശ്രദ്ധിക്കുക. Contribution to URPF. Employer's contribution and interest thereon are not taxable to year. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, അതിന് മുകളിൽ ഇൻട്രസ്റ്റും ടാക്സബിൾ അല്ല, വർഷാവർഷം ടാക്സബിൾ അല്ല. ഇവിടെ പറയുന്നത് when lump sum amount is received, അതായത് ലംസം എന്നതിന് ഒരുമിച്ച് ഒരു എമൗണ്ട് റിസീവ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ when the fund is recognized the annual accretion becomes taxable. അതായത് ലംസം എമൗണ്ട് ഒരുമിച്ച് വലിയൊരു എമൗണ്ട് റിസീവ് ചെയ്യുകയാണെങ്കിലോ അതേപോലെ എന്താണ് നമ്മുടെ ഫണ്ട് URPF RPF ആവുകയാണെങ്കിൽ, അതായത് ഫണ്ട് കമ്മീഷണർ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ ആനുവൽ അക്രീഷൻ ടാക്സബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ആനുവൽ അക്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ RPFന്റെ കേസിൽ പറഞ്ഞില്ലേ, നമ്മുടെ എന്താണ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ സാലറിയുടെ 12% കൂടിക്കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണ്. അപ്പൊ അതേപോലെ ആ 12% കൂടുതൽ വരുന്ന എമൗണ്ടും അതേപോലെ ഇൻട്രസ്റ്റ് 9.5%, 9.5% കൂടുതലാണെങ്കിൽ ടാക്സബിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ 9.5%-നേക്കാൾ കൂടുതൽ വരുന്ന എമൗണ്ടും ആ ഒരു എമൗണ്ടിനെയാണ് ആനുവൽ അക്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റും ടാക്സബിൾ അല്ല. പക്ഷെ മൊത്തത്തിൽ ലംസമായിട്ട് ഒരു എമൗണ്ട് റിസീവ് ചെയ്യുകയാണെങ്കിലോ നമ്മുടെ ഫണ്ട് റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിലോ ഈ ഒരു ആനുവൽ അക്രീഷൻ എന്ന് പറഞ്ഞ ഈ ഒരു എമൗണ്ട് ടാക്സബിൾ ആണ്. രണ്ടാമത്തെ കേസ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഇസ് ഓൺലി ആപ്ലിക്കേഷൻ ഓഫ് സാലറി ഹെൻസ് നോട്ട് ടാക്സബിൾ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും ടാക്സബിൾ അല്ല, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും ടാക്സബിൾ അല്ല. ഓക്കെ, ദെൻ മൂന്നാമത്തത് ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഇസ് ടാക്സബിൾ ആസ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അതായത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷന്റെ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഇസ് ടാക്സബിൾ ആസ് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഹെഡിലാണ് ഇൻട്രസ്റ്റ് ടാക്സബിൾ ആവുക. അപ്പോൾ എംപ്ലോയീസ് കോൺട്രിബ്യൂഷന്റെ ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഹെഡിലായിരിക്കും ടാക്സബിൾ ആവുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല. പിന്നെ ലംസം എമൗണ്ട് റിസീവ് ചെയ്യുകയാണെങ്കിലോ ഫണ്ട് റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിലോ അത് ടാക്സബിൾ ആണ്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, അത് സാലറിയുടെ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്, ടാക്സബിൾ അല്ല. ദെൻ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, ഓൺ കോൺട്രിബ്യൂഷന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ടാക്സബിൾ ആവുന്നത്. അപ്പൊ അതർ സോഴ്സ് എന്താണ് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് അപ്രൂവ്ഡ് സൂപ്പർആനുവേഷൻ ഫണ്ട് ഈസ് ടാക്സബിൾ വെൻ സച്ച് കോൺട്രിബ്യൂഷൻ എക്സീഡ്സ് ₹7,50,000 per annum അല്ലെങ്കിൽ പെർ ഇയർ. അതായത് നമ്മുടെ അപ്രൂവ്ഡ് സൂപ്പർആനുവേഷൻ ഫണ്ടിലോട്ടുള്ള എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ ആവുന്നത് ഒരു വർഷത്തിൽ ആ ഒരു എമൗണ്ട് 7,80,000 കൂടുതലാവുമ്പോൾ മാത്രമാണ്. ഓക്കെ, അപ്രൂവ്ഡ് സൂപ്പർആനുവേഷൻ ഫണ്ടിലേക്ക് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ ആവുന്ന കേസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു കോൺട്രിബ്യൂഷൻ 7,80,000 ഒരു വർഷം 7,80,000 കൂടുതലാവുന്ന കേസിൽ മാത്രമാണ് ഇത് ടാക്സബിൾ ആവുന്നത്, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ ആവുന്നത്. അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കമ്പൈൻഡ് കോൺട്രിബ്യൂഷൻ ടു NPS, അതായത് നാഷണൽ പെൻഷൻ സ്കീമിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ, RPFലോട്ടുള്ള കോൺട്രിബ്യൂഷൻ, സൂപ്പർആനുവേഷൻ ഫണ്ടിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ, ഇത് മൂന്നും കൂടി 7,80,000 കൂടുതൽ ഒരു വർഷം വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ടാക്സബിൾ ആണ്.
ഓക്കെ. അപ്പൊ NPS നാഷണൽ പെൻഷൻ സ്കീമിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ, RPF-ലോട്ടുള്ള കോൺട്രിബ്യൂഷൻ, ദെൻ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ, ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 7,80,000-നേക്കാൾ കൂടുതലാണെങ്കിൽ, ഒരു വർഷം 7,80,000-നേക്കാൾ കൂടുതലാണെങ്കിൽ ഈ എമൗണ്ട് ടാക്സബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞത് അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഒരു വർഷത്തിൽ 7,80,000-നേക്കാൾ കൂടുതലാവുന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, NPS നാഷണൽ പെൻഷൻ സ്കീമിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ, RPF-ലോട്ടുള്ള കോൺട്രിബ്യൂഷൻ, അതേപോലെ അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ, ഇത് മൂന്നും കൂടുമ്പോൾ 7,50,000-നേക്കാൾ ഒരു വർഷം എമൗണ്ട് കോൺട്രിബ്യൂഷൻ കൂടുന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടും ടാക്സബിൾ ആണ്. ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, നോക്കാം. മന്ത്ലി സാലറി ₹20,000, DA 40%, ബ്രാക്കറ്റില് 50% ഇൻക്ലൂഡിബിൾ ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ടാക്സബിൾ പോർഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ ടു PF, പ്രൊവിഡന്റ് ഫണ്ടിലോട്ടുള്ള കോൺട്രിബ്യൂഷന്റെ ടാക്സബിൾ പോർഷൻ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അതിൽ 3 കേസ് ഉണ്ട്. ഒന്ന്, employer and employee each contributed 14% of salary to RPF. Interest at the rate of 11% credited on 31st March 2025 for financial year 2024-25 on RPF balance ₹2 lakh. രണ്ടാമത്തെ കേസ്, employer and employee contributed 15% of salary to an URPF. Interest at the rate of 12% credited annually. Third case, both employer and employee contributed 12% of salary to RPF and interest at the rate of 8.5% is credited to the fund. Okay. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നോക്കാം, RPF-ലോട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ്. RPF-ലേക്കുള്ളത് നമുക്കറിയാം, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ ആണ്, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല. ഇൻട്രസ്റ്റിന്റെ കേസ്, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ ആവുന്ന കേസ് എപ്പോഴാണ്? സാലറിയുടെ 12% കൂടുമ്പോഴാണ്. ഈ കേസിൽ നോക്കിയേ, എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഈച്ച് കോൺട്രിബ്യൂട്ടഡ് 14%, രണ്ടുപേരും 14% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു, സാലറിയുടെ 12% എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഡിഡക്ഷൻ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എക്സംഷൻ ഉള്ളൂ. അപ്പൊ ഇവിടെ 14% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 2% അധികമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എക്സംപ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 11% ക്രെഡിറ്റഡ് ഓൺ 31st March 2025. RPF ബാലൻസ് 2 ലക്ഷം തന്നിട്ടുണ്ട്. ഈ RPF ബാലൻസിന്റെ ഇൻട്രസ്റ്റ് 11% നമുക്ക് എത്രയേ ക്ലെയിം ചെയ്യാൻ പറ്റൂ? എക്സംപ്റ്റ് ആണ്, 9.5% എക്സംപ്റ്റ് ആണ്. ഇപ്പൊ 11% ഉണ്ട്. അപ്പൊ 1.5% എന്താണ്? 1.5% എന്താണ്? അധികമാണ്. ഓക്കെ, 1.5% അധികമാണ്. അപ്പോ നമ്മൾ അതായത് 11% ഇവിടെ ഇൻട്രസ്റ്റ്, അതിൽ 9.5%, 9.5 നമുക്ക് എക്സംപ്റ്റ് ആണ്. അപ്പൊ 1.5 ടാക്സബിൾ ആണ്. അപ്പൊ ഈ കാര്യം ഒന്ന് ആദ്യം മനസ്സിലാക്കുക, RPF-ലോട്ടുള്ള കോൺട്രിബ്യൂഷൻ. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസില് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഈസ് നോട്ട് ടാക്സബിൾ, നില്ലാണ്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല. RPF-ലോട്ടുള്ള എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഓൺ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല. ഇനി എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷന്റെ കേസിലോ, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷന്റെ കേസിൽ ഇൻ എക്സസ് ഓഫ് 12% ആണ്. 12% ഓഫ് സാലറി ഈസ് ടാക്സബിൾ. ഓക്കെ. അപ്പൊ ഇവിടെ ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 14% ഇവിടെ നമ്മൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ 2% അധികം. അപ്പൊ സാലറി നമുക്ക് കണ്ടുപിടിക്കണം. സാലറിയുടെ 2% ഇവിടെ ടാക്സബിൾ ആവുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സാലറി കാണണം. സാലറി കാണണമെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു കേസ് ഉണ്ട്. എന്താണ്? സാലറി ഫോർ ദി പർപ്പസ് ഓഫ് RPF എന്ന് പറയുമ്പോൾ അവിടെ മന്ത്ലി സാലറി അഥവാ ബേസിക് സാലറി വരും. ബേസിക് സാലറി എന്ന് പറയുമ്പോൾ മന്ത്ലി 20,000 ആണെങ്കിൽ ഒരു കൊല്ലത്തേക്ക് എത്രയാണ്? ഒരു വർഷത്തേക്ക് എത്ര വരും? എമൗണ്ട് 2,40,000. ഓക്കെ, 20,000 ഇൻറ്റു 12, 2,40,000. ഇനി DA 40% എന്നാണ് പറഞ്ഞത്. ഏതിന്റെ 40% ആണ്? സാലറിയുടെ 40% ആണ് DA. ഇനി വെറും DA എന്ന് മാത്രം തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എടുക്കാൻ വേണ്ടി പറ്റില്ല.
ഓക്കെ. പക്ഷെ ഇതിന്റെ ബ്രാക്കറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് 50% റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. റിട്ടയർമെന്റ് ബെനിഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. അപ്പോ ഡി എ എന്ന് എഴുതാം. ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് പേ ആണ്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ്. അപ്പൊ ഡി എയുടെ എമൗണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഡി എയുടെ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പറഞ്ഞു 40% എന്ന് പറഞ്ഞ ഏതിന്റെയാണ്? സാലറി, ബേസിക് സാലറിയുടെ 40% ആണ്. അപ്പൊ 2,40,000 40% എന്ന് പറയുമ്പോൾ 96,000 വരും. ഈ 96,000 96,000 50% ആണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്. അപ്പൊ ഇതിന്റെ 50% കാണാം. ഓക്കെ, മനസ്സിലായോ? ബേസിക് സാലറിയുടെ 40% മൊത്തം ഡി വരുന്നത് 96,000. 96,000 അല്ലെങ്കിൽ 96,000 50% ആണ് നമുക്ക് എന്താണ് ഡി എ ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ് വരുന്നത്. എത്ര വരും? 48,000 ആണ് വരിക ഡി എ ഫോമിങ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് വരുന്നത്. അപ്പൊ ടോട്ടൽ ഫിക്സഡ് പെർസെന്റേജ് കമ്മീഷൻ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടോ? ഇല്ല. ഈ 2 ഐറ്റമേ വരൂ. അപ്പൊ എത്ര വരും? 2,88,000 ആണ് സാലറിയുടെ എമൗണ്ട് വരുന്നത്. ഓക്കെ, 2,88,000 ആണ് സാലറി ഫോർ ദി പർപ്പസ് ഓഫ് RPF വരുന്നത്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? സാലറി നമ്മളോട് പറയുന്നത് എന്താണ്? ഈ സാലറിയുടെ അല്ലെങ്കിൽ 2,88,000 12% മാത്രമാണ് എക്സംപ്റ്റ് ആയിട്ടുള്ളത്. 12% ടാക്സ് കൊടുക്കണ്ട. പക്ഷെ ഇവിടെ 14% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എത്രയാണ് ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്? ആ 2%. ആ 2% എമൗണ്ട് കണ്ടുപിടിച്ചാൽ പോരെ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2,88,000 12% കാണാം, എന്നിട്ട് 2,88,000 കുറക്കാം. അങ്ങനെ ചെയ്താലും കിട്ടും. ഇല്ലെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് 2,88,000 2% കണ്ടുപിടിക്കാം. ഓക്കെ, 2% എന്താണ് നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ളത്. 12% എക്സംപ്റ്റ് ആണ്. ഇൻ എക്സസ് ഓഫ് 12% ആണ് ടാക്സബിൾ ആവുന്നത്. അപ്പൊ 2,88,000 2% എന്ന് പറയുമ്പോൾ 5,760 ആണ് വരിക. 5,760. ഓക്കെ, അപ്പോ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആയി. ഇനി അതിൽ എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെ? ഇൻട്രസ്റ്റ് കൂടി ഉണ്ട്. ഇൻട്രസ്റ്റ് നമ്മൾ പറഞ്ഞെന്താണ്? 9.5% എക്സംപ്റ്റ് ആണ്. പക്ഷെ ഇവിടെ എത്രയുണ്ട്? 11% ഉണ്ട്. അപ്പൊ ഏതിന്റെ മുകളിൽ അത് കണ്ടുപിടിക്കുക? RPF ബാലൻസിന്റെ മുകളിലാണ്. RPF ബാലൻസ് എത്ര തന്നിട്ടുണ്ട്? 2 ലക്ഷം. 2 ലക്ഷത്തിന്റെ മുകളിൽ നമ്മൾ കാണേണ്ടത് നമുക്ക് ടാക്സബിൾ ആയത് മാത്രമല്ലേ കണ്ടുപിടിക്കണ്ടോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? 9.5 കണ്ടിട്ട് 2 ലക്ഷത്തിന് കുറക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാല് എത്രയാണോ നമുക്ക് ടാക്സബിൾ ആയത് അത് മാത്രം ഡയറക്റ്റ് പെർസെന്റേജ് കണ്ടാൽ മതി. 11%-ൽ 9.5% നമുക്ക് എക്സംപ്റ്റ് ആണ്. അപ്പൊ ബാക്കി 1.5 ആണ് ടാക്സബിൾ ആവുക. 1.5/100 അല്ലെങ്കിൽ 1.5% ടാക്സബിൾ ആവുക. എത്ര കിട്ടും? 2 ലക്ഷം ഇൻറ്റു 1.5/100 3000 ആണ്. ടോട്ടൽ എത്ര വരും? 8,760 ആണ് ഫസ്റ്റത്തെ കേസിൽ ടാക്സബിൾ ആവുന്ന എമൗണ്ട് എന്ന് പറഞ്ഞത്. അതായത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷനും അതിന് ഇൻട്രസ്റ്റും കൂടി 8,760 രൂപ ടാക്സബിൾ ആവുന്ന കേസാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ്, എംപ്ലോയർ ആൻഡ് എംപ്ലോയി കോൺട്രിബ്യൂട്ടഡ് 15% ഓഫ് സാലറി ടു ആൻ URPF. നമ്മൾ പറഞ്ഞു URPFന്റെ കേസിൽ വർഷാവർഷം എന്താണ് ഈ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല. ഒരു ലംസം എമൗണ്ട് റിസീവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇത് എന്താണ് റെക്കഗ്നൈസ് ചെയ്യുമ്പോഴാണ് ഇത് ടാക്സബിൾ ആവുന്നത്. അതേപോലെ ഇൻട്രസ്റ്റ് നമ്മൾ അതർ സോഴ്സിലാണ് ടാക്സബിൾ ആവുക. അപ്പൊ എഴുതാ കോൺട്രിബ്യൂഷൻ ടു URPF, contribution to URPF is not taxable year to year. Interest is taxable in the head income from other source. Okay. ഇനി മൂന്നാമത്തെ നോക്കാം. Both employer and employee contributed 12% of salary to RPF and interest at the rate of 8.5% is credited to the fund. അതായത് എംപ്ലോയറും എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് RPF-ലോട്ടാണ്. സാലറിയുടെ 12% അതേപോലെ ഇൻട്രസ്റ്റ് 8.5%
അതായത് നമ്മള് ഇവിടെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്തായാലും എന്താണ് എക്സംപ്റ്റ് ആണ്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന്റെ കേസിലാണ് നമ്മൾ നോക്കേണ്ടത്. അത് സാലറിയുടെ 12% കൂടുതലാവണം. ഇവിടെ 12% എന്നേ പറയുന്നുള്ളൂ. 12% എന്ന് പറഞ്ഞാൽ അതെന്താണ്? എക്സംപ്റ്റ് ആണ്. 12% വരെ എക്സംപ്റ്റ് ആണ്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റിന്റെ കേസിൽ 9.5% വരെ എക്സംപ്റ്റ് ആണ്. അപ്പൊ 8.5% എന്ന് പറയുന്നത് എക്സംപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന്റെ കേസിൽ 12% കൂടുന്ന കേസിലാണ് കൂടിയ എമൗണ്ട് ടാക്സബിൾ ആവുന്നത്. അതേപോലെ ഇൻട്രസ്റ്റിന്റെ കേസിൽ 9.5% കൂടുന്ന കേസിൽ ആ കൂടിയ എമൗണ്ട് ടാക്സബിൾ ആണ്. ഈ കേസിൽ 12% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആയതുകൊണ്ട് അത് ടാക്സബിൾ അല്ല, എക്സംപ്റ്റ് ആണ്. ഇൻട്രസ്റ്റിന്റെ കേസിൽ 8.5% എന്ന് പറയുന്നത് 9.5%-നേക്കാൾ കുറവായതുകൊണ്ട് ഇതും ടാക്സബിൾ അല്ല. അപ്പൊ പ്രൊവിഡന്റ് ഫണ്ടിലോട്ടുള്ള കോൺട്രിബ്യൂഷന്റെ കേസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിലൂടെ നിങ്ങൾ ചോദിക്കുക. ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.